എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നൽകിയിരിക്കുന്ന SMPS യൂണിറ്റിലെ തകരാർ അല്ലെങ്കിൽ ഫോൾട്ടുകൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് പഠിക്കാം. തകരാർ പരിഹരിച്ച് ലോഡ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് പരിശോധിച്ച് ഉറപ്പിക്കുക. ട്രബിൾ ഷൂട്ടിംഗ് ഫോൾട്ടുകൾക്കായി നിങ്ങൾ പിന്തുടരുന്ന നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തുക. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. SMPS യൂണിറ്റിന്റെ ഫിൽറ്റർ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. 2. ഭൗതിക തകരാറുള്ള കമ്പോണന്റ് തിരിച്ചറിയുകയും അത് മാറ്റി സ്ഥാപിക്കുകയും ലോഡ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് പരിശോധിക്കുകയും ചെയ്യുക. 3. ബൾബ് ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് തകരാർ തിരിച്ചറിയൽ. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും ടൂളുകളും നമുക്ക് ശേഖരിക്കാം. ESD ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് വർക്ക് ബെഞ്ച് ഒരെണ്ണം, സുരക്ഷാ കയ്യുറകൾ 1 സെറ്റ്, ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, LCR മീറ്റർ, ഇൻഡക്റ്റൻസ് L, കപ്പാസിറ്റൻസ് C, റെസിസ്റ്റൻസ് R ഒരെണ്ണം, ഹോൾഡറുള്ള 100 വാട്ട് 230 വോൾട്ട് ബൾബ് ഒരെണ്ണം, വയർ വുണ്ട് റെസിസ്റ്റർ 1.8 കിലോ ഓംസ് അല്ലെങ്കിൽ 2.2 കിലോ ഓംസ് 10 വാട്ട്സ് ഒരെണ്ണം. ആദ്യം ഇത് പ്രായോഗികമാക്കുന്നതിന് മുമ്പ് നമുക്ക് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാം. 1. സ്ഥലം വരണ്ടതും വൃത്തിയുള്ളതുമായി സൂക്ഷിക്കുക. 2. കമ്പ്യൂട്ടർ പെരിഫറലുകളെ നശിപ്പിക്കുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഒഴിവാക്കാൻ റബ്ബർ പായയിലോ ഏതെങ്കിലും ഇൻസുലേറ്റ് ചെയ്ത മെറ്റീരിയലിലോ നിങ്ങൾ നിന്നുകൊണ്ട് ഒരു മേശപ്പുറത്ത് ഈ ടെസ്റ്റ് നടത്തുന്നുവെന്ന് ഉറപ്പാക്കുക. 3. SMPS കണക്ടറുകളുടെ ചില കണക്ഷനുകളിൽ ഒരു ക്ലിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക. കണക്ഷൻ നീക്കം ചെയ്യുന്നതിന് മുൻപ് ക്ലിപ്പുകൾ നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കുക. ടാസ്ക് 1. ഫിൽറ്റർ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത് സർക്യൂട്ടുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് വൈദ്യുത ആഘാതത്തിന് സാധ്യതയുള്ള ഏതെങ്കിലും വൈദ്യുതോർജ്ജത്തെ തടയുന്നു. വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷവും കപ്പാസിറ്ററുകൾക്ക് അപകടകരമായ വോൾട്ടേജ് നിലനിർത്താൻ കഴിയും. രീതി 1. ബൾബ് രീതി ഉപയോഗിച്ച് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. ഘട്ടം 1. വൈദ്യുതാഘാതം ഒഴിവാക്കുന്നതിന് SMPSൽ നിന്ന് പവർ കോഡ് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഘട്ടം 2. നടപടിക്രമം അനുസരിച്ച് SMPS അഴിക്കുക. 1. ഡോർ സ്ക്രൂകൾ നീക്കം ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ക്യാബിനറ്റ് കവർ തുറക്കുക. 2. SMPS യൂണിറ്റിൽ നിന്ന് വരുന്ന വയറുകളുടെ സ്ഥാനം കളർ കോഡുകൾ ഉപയോഗിച്ച് തിരിച്ചറിയുക. 3. മദർ ബോർഡിന്റെ വിവിധ വിഭാഗങ്ങളിലേക്കും CPUവിനുള്ളിലെ മറ്റ് ഉപകരണങ്ങളിലേക്കും പോകുന്ന SMPSന്റെ കണക്ഷനുകൾ ശ്രദ്ധിക്കുക. ഓരോ കണക്ടറിനും ലേബൽ ഉള്ള ടാഗുകൾ ഇടുക. 4. HDD, DVD, ഫാൻ, മദർ ബോർഡ് എന്നിവയിൽ നിന്ന് കണക്ടറുകൾ നീക്കം ചെയ്യുക, അൺപ്ലഗ് ചെയ്യുക. 5. ഫിക്സിംഗ് സ്ക്രൂകൾ അഴിച്ച് CPU ക്യാബിനറ്റിൽ നിന്ന് SMPS യൂണിറ്റ് നീക്കം ചെയ്ത് തുറക്കുക. ഘട്ടം 3. ഫിൽറ്റർ കപ്പാസിറ്ററുകൾ ഡിസ്ചാർജ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നത് പോലെ കപ്പാസിറ്ററിന്റെ ലീഡുകൾക്ക് എക്രോസ് 100 വാട്ട് ബൾബ് ബന്ധിപ്പിക്കുക. ബൾബിന്റെ ഒരറ്റം കപ്പാസിറ്ററിന്റെ ഒരു ടെർമിനലിലേക്കും മറ്റേ അറ്റം എതിർ ടെർമിനലിലേക്കും ബന്ധിപ്പിക്കുക. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടാക്കുന്നു. അതിലൂടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാം. രീതി 2. റെസിസ്റ്റർ ഉപയോഗിച്ച് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. ഘട്ടം 1. ശരിയായ ഇൻസുലേറ്റഡ് ലെഡ് ഉള്ള ഉയർന്ന വോൾട്ടേജ് കുറഞ്ഞ ഓംസ് വയർ വുണ്ട് റെസിസ്റ്റർ എടുക്കുക. ഉയർന്ന വോൾട്ടേജ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതിന് 1.8 കിലോ ഓംസ് അല്ലെങ്കിൽ 2.2 കിലോ ഓം 5 മുതൽ 10 വാട്ട് റെസിസ്റ്റർ ഉപയോഗിക്കുക. ഘട്ടം 2. റെസിസ്റ്ററിന്റെ ഒരറ്റം കപ്പാസിറ്ററിന്റെ ഒരു ടെർമിനലിലേക്കും മറ്റേ അറ്റം എതിർ ടെർമിനലിലേക്കും ബന്ധിപ്പിക്കുക. ഇതൊരു ഡിസ്ചാർജ് പാത്ത് ഉണ്ടാക്കുന്നു. അതിലൂടെ കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം ഡിസിപ്പേറ്റ് ചെയ്യും. ഘട്ടം 3. കപ്പാസിറ്ററിൽ എക്രോസ് ഉള്ള വോൾട്ടേജ് സുരക്ഷിതമായ നിലയിലേക്ക്, സാധാരണയായി കുറച്ച് വോൾട്ടുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ പൂർണ്ണമായി ഡിസ്ചാർജ് ചെയ്തതായി കണക്കാക്കുന്നു. അത് കൈകാര്യം ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ സുരക്ഷിതമാണ്. ടാസ്ക് 2. SMPSലെ ഫിസിക്കൽ ഫോൾട്ടുകൾ, ഫ്യൂസ് കത്തിയത് തിരിച്ചറിയൽ. ഘട്ടം 1. കാണിച്ചിരിക്കുന്നത് പോലെ അഴിച്ച SMPS എടുക്കുക. ഘട്ടം 2. SMPS ക്യാബിനറ്റിൽ നിന്നുള്ള ബോർഡിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. ഘട്ടം 3.
SMPS വിച്ഛേദിച്ച് എല്ലാ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഘട്ടം 4. കാണിച്ചിരിക്കുന്നത് പോലെ ഫ്യൂസ് അതിന്റെ ഹോൾഡറിൽ നിന്ന് നീക്കം ചെയ്യുക. ഘട്ടം 5. ഫ്യൂസ് വയറിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഘട്ടം 6. ഫ്യൂസ് ദൃശ്യപരമായി പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കുക. ഫ്യൂസിനുള്ളിൽ നിറവ്യത്യാസം, ഉരുകൽ അല്ലെങ്കിൽ തകർന്ന ഫിലമെന്റ് തുടങ്ങിയ കേടുപാടുകളുടെ ലക്ഷണങ്ങൾക്കായി നോക്കുക. ഘട്ടം 7. ഗ്ലാസിനുള്ളിൽ ഏതെങ്കിലും ഇരുണ്ട അല്ലെങ്കിൽ ലോഹ സ്മിയർ ഫ്യൂസിലുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം നോക്കുക. ഘട്ടം 8. ഫ്യൂസിന് മുകളിൽ പറഞ്ഞ തകരാർ കണ്ടെത്തിയാൽ ഫ്യൂസ് ബ്ലോൺ ആക്കുകയും അത് മാറ്റി സ്ഥാപിക്കുകയും വേണം. ഘട്ടം 9. ഫ്യൂസിൽ ഫിസിക്കൽ തകരാർ ഇല്ലെങ്കിൽ അത് പരിശോധിക്കാൻ മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. ഘട്ടം 10. കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഒരു മൾട്ടിമീറ്റർ സജ്ജമാക്കുക. നിങ്ങളുടെ മൾട്ടിമീറ്റർ ഓണാക്കി അത് കണ്ടിന്യൂറ്റി മോഡിലേക്ക് സജ്ജമാക്കുക. ഈ മോഡ് സാധാരണയായി ഒരു ശബ്ദതരംഗം പോലെ കാണപ്പെടുന്ന ഒരു ചിഹ്നത്താൽ സൂചിപ്പിക്കുന്നു. ഘട്ടം 11. ഫ്യൂസിന്റെ ഇരുവശത്തും പ്രോബുകൾ കണക്ട് ചെയ്യുക. പ്രോബ് ടിപ്സും ഫ്യൂസിന്റെ ലോഹ അറ്റങ്ങളും തമ്മിൽ നല്ല സമ്പർക്കം ഉറപ്പാക്കുക. ഘട്ടം 12. ഫ്യൂസ് കേടുകൂടാതെ ഇരിക്കുകയും കണ്ടിന്യൂറ്റി ഉണ്ടാകുകയും ചെയ്താൽ മൾട്ടിമീറ്റർ തുടർച്ചയായി ബീപ്പ് പുറപ്പെടുവിക്കുകയും അല്ലെങ്കിൽ കുറഞ്ഞ പ്രതിരോധ മൂല്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഫ്യൂസ് നല്ലതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഘട്ടം 13. കാണിച്ചിരിക്കുന്നത് പോലെ മൾട്ടിമീറ്റർ റീഡിംഗ് OL ഓവർ ലിമിറ്റ് ആണെങ്കിൽ ഫ്യൂസ് ബ്ലോൺ ആയിരിക്കും. ഫ്യൂസ് ബ്ലോൺ ആയാൽ അതേ നിലവിലെ റേറ്റിംഗ് ഉള്ള ഫ്യൂസ് പകരം വയ്ക്കുക. ഘട്ടം 14. നിരീക്ഷണങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുക. നിരീക്ഷണങ്ങൾ: മൾട്ടിമീറ്ററിൽ ബീപ്പ് സൗണ്ട്. കണ്ടീഷൻ: ഗുഡ്. ടാസ്ക് 3. ബൾബ് ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് തകരാർ തിരിച്ചറിയൽ. ഘട്ടം 1. കാണിച്ചിരിക്കുന്നത് പോലെ ഫ്യൂസ് ഹോൾഡറിന് അക്രോസ് 100 വോൾട്ട് ബൾബ് ബന്ധിപ്പിക്കുക. ഘട്ടം 2. SMPS യൂണിറ്റ് പവർ ഓൺ ചെയ്യുക. ഘട്ടം 3. ബൾബ് തുടക്കത്തിൽ തിളങ്ങും, തുടർന്ന് നല്ല SMPS ബൾബ് ആണെങ്കിൽ ഓഫാകും. SMPS നല്ല പ്രവർത്തന നിലയിലാണ്. ബൾബ് പ്രകാശിക്കുന്നില്ലെങ്കിൽ സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകില്ല. സർക്യൂട്ട് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഘട്ടം 4. കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ 2 മിനിറ്റ് കാത്തിരുന്നതിന് ശേഷവും ലൈറ്റ് ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അത് SMPSൽ പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. AC മെയിൻ ഉടൻ ഓഫ് ചെയ്യുക. മുമ്പത്തെ ടാസ്കിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് വലിയ ഫിൽറ്റർ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. ഘട്ടം 6. നിരീക്ഷണങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുക. നിരീക്ഷണങ്ങൾ: ബൾബുകൾ കൂടുതൽ തിളങ്ങുന്നു. കണ്ടീഷൻ: സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നു. കേടായ ഘടകങ്ങൾ, അയഞ്ഞ കണക്ഷനുകൾ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണമായേക്കാവുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്നിവ പരിശോധിക്കുക. റീക്യാപ്പ്: ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്: 1. എങ്ങനെ ഫിൽറ്റർ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. 2. SMPSലെ ഫിസിക്കൽ ഫോൾട്ടുകൾ തിരിച്ചറിയൽ, ഫ്യൂസ് അണച്ചുകൊണ്ട്. 3. ബൾബ് ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് തകരാർ തിരിച്ചറിയൽ. വീഡിയോ കണ്ടതിന് നന്ദി.